നമസ്കാരം. പാസ്റ്റർ എൽവിസിന്റെ വളരെ ശ്രദ്ധേയമായ ഡേ ഓഫ് ഡെലിവറൻസ് അഥവാ വിടുതലിന്റെ ദിനം എന്ന സന്ദേശത്തിന്റെ ഒരു കിടിലൻ വിശകലനത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം. മനുഷ്യജീവിതത്തിലെ ഏറ്റവും ആഴത്തിലുള്ള പോരാട്ടങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു ദൈവികമായ വിടുതൽ അഥവാ സ്വാതന്ത്ര്യം കണ്ടെത്താമെന്നതാണ് ഈ പ്രഭാഷണത്തിന്റെ കാതൽ. വളരെ സങ്കീർണമായ ചില ആത്മീയ ആശയങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പാസ്റ്റർ എൽവിസ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ അജണ്ട വളരെ ലളിതമാണ്. 1. പരമമായ വിടുവിക്കുന്നവൻ. 2. ബന്ധനത്തിന്റെ ആശയം. 3. 7 തരം ബന്ധനങ്ങൾ. 4. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴികൾ. കൂടാതെ 5-ാമതായി ഒരു അവസാന പ്രാർത്ഥന. നമുക്ക് നേരെ 1-ാമത്തെ ഭാഗത്തേക്ക് കടക്കാം. പരമമായ വിടുവിക്കുന്നവൻ. യഥാർത്ഥ ആത്മീയ സ്വാതന്ത്ര്യം നൽകാൻ കഴിയുന്നത് യേശുക്രിസ്തുവിനാണെന്ന് ഈ സന്ദേശം തുടക്കത്തിൽ തന്നെ ഉറപ്പിച്ചു പറയുന്നു. വളരെ പോസിറ്റീവായൊരു ചിന്തയോടെയാണ് പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ. കർത്താവ് നമ്മെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഈ ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർമാർക്കോ വക്കീലന്മാർക്കോ പോലും പരിഹരിക്കാൻ കഴിയാത്ത പല പ്രതിസന്ധികളിൽ നിന്നും ദൈവം നമ്മെ മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ലോകപ്രകാരമുള്ള പരിഹാരങ്ങളില്ലായിരിക്കാം, അല്ലേ? അവിടേക്കാണ് ഈ സന്ദേശം കടന്നുവരുന്നത്. ഇനി 2-ാമത്തെ ഭാഗം. എന്താണ് ഈ ബന്ധനത്തിന്റെ ആശയം? സാധാരണയായി ബന്ധനം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതെന്താണ്? ഇവിടെ ഈ സന്ദേശത്തിൽ അതൊരു ആത്മീയമോ മാനസികമോ അല്ലെങ്കിൽ ശാരീരികമോ ആയ കുരുക്കാണ്. ഭൗതികമായ പരിഹാരങ്ങളില്ലാത്ത ഇത്തരം കെണികളിൽ മനുഷ്യരെങ്ങനെയാണ് അകപ്പെടുന്നത് എന്ന് ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് പാസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുകയോ പാപത്തിൽ വീഴുകയോ ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഇത്തരം ബന്ധനങ്ങൾക്ക് ഇരയാകുന്നത്. ആ സമയങ്ങളിൽ മനുഷ്യർ അവരുടെ ശത്രുക്കൾക്കോ പ്രതിസന്ധികൾക്കോ വിട്ടുകൊടുക്കപ്പെടുന്നു എന്നാണ് ഇതിലെ പ്രധാന ആത്മീയ പാഠം. അപ്പോൾ നമുക്ക് 3-ാമത്തെ ഭാഗം നോക്കാം. പ്രധാനമായും 7 തരം ബന്ധനങ്ങൾ. മനുഷ്യർ നേരിടുന്ന ഇത്തരം പോരാട്ടങ്ങളെ പാസ്റ്റർ എൽവിസ് കൃത്യമായി 7 തരംതിരിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കും വളരെ പരിചിതമായി തോന്നാം. 1. മരണഭയം. 2. ദുഷ്ടാത്മാക്കളുടെ സ്വാധീനം. 3. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ക്ഷാമം. 4. വിഷലിപ്തമായ ആസക്തികളും തെറ്റായ ബന്ധങ്ങളും. 5. ലഹരിയോടുള്ള അടിമത്തം. 6. വിട്ടുമാറാത്ത രോഗങ്ങൾ. ഒടുവിൽ 7-ാമതായി ഏകാന്തത. നോക്കൂ, വിട്ടുമാറാത്ത രോഗങ്ങളും ഒറ്റപ്പെടലുമൊക്കെ മനുഷ്യരെ എത്രമാത്രം തളർത്തുന്നുവെന്ന് വളരെ അനുകമ്പയോടെയാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത്. ഇത് കുറച്ചുകൂടി വ്യക്തമാകാൻ ബൈബിളിലെ 2 പ്രത്യേക സംഭവങ്ങൾ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന 18 വർഷമായി രോഗം ബാധിച്ച് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത ഒരു സ്ത്രീയുണ്ട്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിലോ 38 വർഷമായി ബെതസ്തെ കുളക്കരയിൽ ആരുമില്ലാതെ തനിച്ചു കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, കടുത്ത രോഗവും ഏകാന്തതയുമൊക്കെ വർഷങ്ങളോളം ഒരു മനുഷ്യനെ എത്ര ഭീകരമായ ചങ്ങലകളായിട്ടാണ് വരിഞ്ഞു മുറുക്കുന്നത് എന്ന് ഈ താരതമ്യത്തിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇത്രയും ഇരുണ്ട യാഥാർത്ഥ്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും വരുന്നൊരു ചോദ്യമുണ്ട്: ഇതിൽ നിന്നൊക്കെ എങ്ങനെ സ്വാതന്ത്ര്യം നേടാം? അതെ, ഈ പ്രഭാഷണത്തിന്റെ ഏറ്റവും പ്രത്യാശ നൽകുന്ന ഭാഗവും അതുതന്നെയാണ്. അതുകൊണ്ട് നമുക്ക് നേരെ 4-ാമത്തെ ഭാഗത്തേക്ക് പോകാം. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴികൾ. ഇത്തരം കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പ്രായോഗികമായ 4 വഴികളാണ് പ്രഭാഷണത്തിൽ പറയുന്നത്. 1-ാമതായി പ്രാർത്ഥനയിലൂടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. 2. യഥാർത്ഥ താഴ്മയോടെ ഇരിക്കുക, കാരണം താഴ്മയുള്ളവരെയാണ് ദൈവം എപ്പോഴും ശ്രദ്ധിക്കുക. 3-ാമത്തെ കാര്യം വളരെ രസകരമാണ്: വിടുതലിന്റെ ഗാനങ്ങൾ ആലപിക്കുക. പാട്ടുകൾ പാടുന്നത് ആ ബന്ധനങ്ങളുടെ നിശബ്ദതയെ പൊട്ടിച്ചെറിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി 4-ാമതായി നല്ല ഉപദേശം തേടുക. ഈ പറയുന്ന ഓരോ ചുവടിനും വളരെ വ്യക്തമായ ആത്മീയ യുക്തിയുണ്ടെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. കൂട്ടായ്മയുടെ ശക്തിയെക്കുറിച്ച് ബൈബിളിലെ സദൃശവാക്യങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്: ആലോചനക്കാർ വളരെ ഉണ്ടെങ്കിലോ രക്ഷയുണ്ട്. അതായത്, നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയുള്ളൂ. എന്നാൽ നല്ലൊരു കൂട്ടായ്മയും മറ്റുള്ളവരുടെ പ്രാർത്ഥനകളും തീർച്ചയായും ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുമെന്നാണ് ഈ സന്ദേശം അടിവരയിട്ട് പറയുന്നത്. ചുരുക്കത്തിൽ, ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന ചിന്ത തന്നെ വലിയൊരു ആശ്വാസമല്ലേ? ഇനി എന്നെ ഏറ്റവും ആകർഷിച്ച മറ്റൊരു ചിന്തയുണ്ട്. ദൈവം വിടുവിക്കും എന്ന് പറയുമ്പോൾ എപ്പോഴും ആകാശത്തുനിന്ന് നേരിട്ടൊരത്ഭുതം നടക്കണമെന്നില്ല. പകരം ദൈവം പലപ്പോഴും മനുഷ്യരെ തന്നെയാണ് തന്റെ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നത്. ബൈബിളിലെ ശമൂവേൽ, ശിംശോൻ എന്നിവരെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമ്മെ സഹായിക്കുന്ന നല്ല സുഹൃത്തുക്കളോ ഉപദേശകരോ ഒക്കെ ആകാം ആ വ്യക്തികൾ. ദൈവം തിരഞ്ഞെടുക്കുന്ന ചില മനുഷ്യരായിരിക്കും പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാഹകരാകുന്നത്. അത് ശരിക്കും വളരെ മനോഹരമായ ചിന്തയാണ്. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. 5-ാമത്തെ ഭാഗം, അവസാന പ്രാർത്ഥന. പ്രഭാഷണത്തിന്റെ ഏറ്റവും വൈകാരികമായ നിമിഷം
ഈ അവസാനത്തെ പ്രാർത്ഥനയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകല ബന്ധനങ്ങളും തകരട്ടെ എന്ന് പാസ്റ്റർ തന്റെ സഭയോടായി വളരെ തീക്ഷ്ണതയോടെ പ്രഖ്യാപിക്കുകയാണ്. ശാരീരികമായ വേദനകളിൽ നിന്നും, നമ്മെ അലട്ടുന്ന ദുഷിച്ച ചിന്തകളിൽ നിന്നും, ലോകത്തിലെ എല്ലാ ഭയങ്ങളിൽ നിന്നും ആളുകൾക്ക് പൂർണ്ണമായ മോചനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സന്ദേശം അവസാനിപ്പിക്കുന്നത്. ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും വലിയൊരു ഊർജം നൽകുന്ന ഒരു മുഹൂർത്തമാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനം നമ്മളിവിടെ ചുരുക്കുകയാണ്. പക്ഷെ പോകുന്നതിനു മുൻപ് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏതു മേഖലയ്ക്കാണ് ഇന്നീ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ ആ 7 ബന്ധനങ്ങളിൽ ഏതെങ്കിലും ഒന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ? ഈ സന്ദേശത്തിൽ നിന്നുള്ള ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കട്ടെയെന്ന് ആശംസിക്കുന്നു. ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സെഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.